നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് പ്രോബ്ലം ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്തായിരുന്നു, ഷിയർ സ്ട്രെങ്ത് കാണാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഷിയർ സ്ട്രെങ്ത് കാണാനുള്ള ഇക്വേഷന് എസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഡി സ്ക്വയർ എച്ച് ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഡി ക്യൂബ് ബൈ 12. ഇതാണ് ഇക്വേഷൻ വരുന്നത്. നമുക്ക് പ്രോബ്ലത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഫസ്റ്റ് എന്തൊക്കെ തന്നിട്ടാണ്, ടോർക്ക് തന്നിട്ടുണ്ട്. ടോർക്ക് ടി തന്നിട്ടുണ്ട്. ടി ഈക്വൽ ടു 0.035 ന്യൂട്ടൺ മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്, ഡയമീറ്റർ, വെയിറ്റ് ഡയമീറ്റർ. അപ്പോൾ ഡി ഈക്വൽ ടു 15 mm. അപ്പോൾ അതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.5 മീറ്റർ എടുത്ത് 0.05 മീറ്റർ വരും. നെക്സ്റ്റ് എന്താണ്, ക്വസ്റ്റ്യന് ടോർക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് ഓഫ് വെയിനും തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് വെയിൻ എത്ര തന്നിട്ടുണ്ട്, ലെങ്ത്ത് പറഞ്ഞാൽ അവിടെ ഹൈറ്റാണ് വരുന്നത്. അപ്പോൾ 100 mm എന്ന് പറയുമ്പോൾ ഒരു 0.1 മീറ്റർ വരും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന വാല്യൂസ് എല്ലാതും ഇത് മീറ്ററിലേക്ക് മാറ്റി. ഇനി നമ്മൾ ഇക്വേഷൻ പറയാം. ഇക്വേഷനിൽ എസ് ഈക്വൽ ടു ടി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.035 ന്യൂട്ടൺ മീറ്റർ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു ഡി സ്ക്വയർ. ഡി സ്ക്വയർ എത്രയായിരുന്നു, ഡി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.05 മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ 2 കൊടുക്കുക പ്ലസ് ഡി ക്യൂബ് ബൈ 12. അവിടെ ഡി ക്യൂബിൻ്റെ അവിടെയും 0.05 കൊടുക്കുക. അത് കൊടുക്കുന്ന സമയത്ത് വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 82.27 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ആൻസർ കിട്ടും. ആൻസർ കിട്ടുന്നത് 82.27 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് കിട്ടും.